നമസ്കാരം. ഇന്ന് ടോറോയിഡാണ് നമ്മൾ പഠിക്കുന്നത്. ടോറോയിഡ് ഈസ് ആക്ച്വലി എ സോളിനോയിഡ്. ഇറ്റ് ഈസ് ആൻ എൻഡ്ലെസ് സോളിനോയിഡ്, or it can be called as a solenoid bent in the form of a ring. ഒരു റിങ്ങിന്റെ ഷേപ്പിലുള്ള സോളിനോയിഡ്, അതിനെയാണ് നമ്മൾ ടോറോയിഡ് എന്ന് പറയുന്നത്. ഈ ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, ടോറോയിഡിന്റെ ഉള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ടോറോയിഡിന്റെ പുറത്ത് സോളിനോയിഡിനെ പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ടോറോയിഡിന്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല, ഇതിനിടയിലുള്ള ഈ ഭാഗവും, ഇതും ടോറോയിഡിന്റെ പുറം ഭാഗം തന്നെയാണ്. ഇവിടെയും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. പിന്നെ ടോറോയിഡിന്റെ ആക്സിസിലൂടെ, ടോറോയിഡിന്റെ ആക്സിസ് ഈ വരച്ചിരിക്കുന്നതാണ് ടോറോയിഡിന്റെ ആക്സിസ്. ടോറോയിഡിന്റെ ആക്സിസിൽ എല്ലായിടത്തും മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സെയിം. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സെയിം. And the direction of magnetic field at any point will be tangential to this circular axis. ടോറോയിഡിന്റെ ആക്സിസ് സർക്കുലർ ആണല്ലോ, ആ സർക്കുലർ ആക്സിസിന് ടാൻജൻഷ്യൽ ആയിരിക്കും ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ആക്സിസിലെ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി സെയിം. അപ്പൊ ഇങ്ങനെയുള്ള ഈ ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ സോളിനോയിഡിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറമാണ് നമ്മൾ യൂസ് ചെയ്തത്. ആംബിയേഴ്സ് സർക്യൂട്ടൽ തിയറം, ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എൻക്ലോസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബി എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഇമാജിൻ ചെയ്യണമല്ലോ, ആംബീരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന ആംബീരിയൻ ലൂപ്പ് ഇതാണ്. സർക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസിലൂടെ ആണ് നമ്മൾ ആംബീരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്തത്. അതായത് ടോറോയിഡിന്റെ ആക്സിസിലൂടെയുള്ള ഒരു സർക്കിളാണ് നമ്മൾ ഇവിടെ ഇമാജിൻ ചെയ്തിട്ടുള്ള ആംബീരിയൻ ലൂപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആംബീരിയൻ ലൂപ്പിലൂടെയുള്ള ബി ഡോട്ട് ഡി എൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബി എല്ലായിടത്തും സെയിം ആയിരിക്കും നമ്മൾ പറഞ്ഞു. ആക്സിസിൽ എല്ലായിടത്തും ബിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ബി ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ്. B into integral dl, that is equal to mu0 I enclosed. I enclosed അറിയാൻ, I എന്ന് പറയുന്ന ഒരു കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എത്ര ടേൺസ് ഉണ്ടോ അത്രയും I ഉണ്ടാവും. നമ്മളിവിടെ പറയാണ് നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ N. അപ്പോൾ N ടേൺസ് ഉണ്ടെങ്കിൽ I enclosed will be Ni. അപ്പൊ നമുക്ക് പറയാം ബി ഇൻറ്റു ഇന്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 Ni. ഓക്കെ, ഇനി നമ്മുടെ ടോറോയിഡിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെ നമുക്ക് സ്മോൾ r എന്ന് എടുക്കാം. ടോറോയിഡിന്റെ സെന്ററിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അതായത് റേഡിയസ് ഓഫ് ടോറോയിഡ് എന്ന് പറയാം. ദെൻ ബി ഇൻറ്റു ഈ ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. അതായത് ബി ഇൻറ്റു 2πr is equal to μ0 Ni. That is b is equal to μ0 N divided by 2πr I. ഈ n divided by 2πr നോക്കൂ. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, 2πr എന്ന് പറയുന്നത് നമ്മുടെ ആക്സിസിന്റെ ലെങ്ത്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ലെങ്ത്തിനെ നമ്മൾ എന്താ വിളിക്കാറ്? സ്മോൾ ലെറ്റർ n ആണ് അല്ലെ, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഈ n ബൈ 2πr പകരം നമുക്ക് സ്മോൾ ലെറ്റർ n കൊടുക്കാം, n ഡിവൈഡഡ് ബൈ 2πr. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു μ0 Ni. അതായത് സോളിനോയിഡിന് നമുക്ക് കിട്ടിയ ഇക്വേഷൻ തന്നെയാണ് ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിലും നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സ്മോൾ n കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ നമ്മൾ n/l എന്നെടുത്തു. ഇവിടെ നമ്മൾ അതിന് പകരം എടുക്കേണ്ടി വരിക n/2πr എന്നാണ്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് അതായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ടോറോയിഡ് ഈസ് ഓൾസോ എ സോളിനോയിഡ്, ബട്ട് ഇറ്റ്സ് ഷേപ്പ് ഈസ് ലൈക്ക് എ റിംഗ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ടോറോയിഡ് ഉൾപ്പെടുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. A toroid has an inner radius 25 cm and outer radius 26 cm, which has 3500 turns of a wire are wound.
If the current in the wire is 11 ampere, what is the magnetic field? Inner radius 25 centimeter and outer radius 26 centimeter എന്നാണ് പറയുന്നത്. ഇന്നർ റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോറോയിഡിന്റെ ഇങ്ങേ അറ്റത്തേക്കുള്ള ദൂരം, അത് 25 സെന്റിമീറ്റർ ആണ്. ഔട്ടർ റേഡിയസ്, അതായത് പുറത്തേക്കുള്ള ഇവിടേക്കുള്ള ദൂരം 26 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ദ ടോറോയിഡ് അതിനെ നമുക്ക് 25.5 സെന്റിമീറ്റർ എന്ന് എടുക്കാം അല്ലെ. ഇവിടെ വരെ 25, ഇവിടെ 26, ദെൻ ഇങ്ങോട്ടേക്കുള്ള ദൂരം ഇറ്റ് വിൽ ബി 25.5 സെന്റിമീറ്റർ. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഹാസ് 3500 ടേൺസ് ഓഫ് വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ടേൺസ് 3500 ആണ്. If the current in the wire is 11 ampere, അതായത് current is given 11 ampere, what will be the magnetic field? 2-3 ചോദ്യമുണ്ട്. ഒന്ന്, outside the toroid, outside the toroid എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? നമ്മൾ പറഞ്ഞു ടോറോയിഡിന്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, B is equal to 0. രണ്ടാമത്തെ ചോദ്യം, ഇൻസൈഡ് ദ കോർ ഓഫ് ദ സോളിനോയിഡ്, അതായത് ടോറോയിഡ്, ഇൻസൈഡ് ദ കോർ ഓഫ് ദ ടോറോയിഡ്, ഇവിടെ അവിടുത്തെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉള്ളത്. അപ്പൊ ഇൻസൈഡ് ദ ടോറോയിഡ് B is equal to mu0 Ni അല്ലെ. N is equal to N divided by 2 pi r. Values നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we will get B is equal to 4 pi into 10 raised to minus 7 into small n, N divided by 3500 divided by 2 pi into R, 25.5 centimeter. 25.5 into 10 raised to minus 2 into 11. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 3.02 into 10 raised to minus 4 ടെസ്ല. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അതിലൊരു മൂന്നാമത്തെ ചോദ്യം കൂടിയുണ്ട്, തേർഡ് ക്വസ്റ്റ്യൻ. അതിങ്ങനെയാണ്, ഇൻ ദ empty space surrounded by the toroid, in the empty space surrounded by the toroid, അതായത് ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അവിടുത്തെയും മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും, അവിടെ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ തേർഡ് കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. സെക്കൻഡ് കേസിൽ ഈ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യം. അപ്പം ഇങ്ങനെ നമുക്ക് ടോറോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആംബിയസ് സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചിട്ടുള്ള 3 ആപ്ലിക്കേഷൻസ് ആണ് ചെയ്തത്. ഫസ്റ്റ് ഒരു സ്ട്രൈറ്റ് കണ്ടക്ടർ, രണ്ടാമത് സോളിനോയിഡ്, മൂന്നാമത് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ടോറോയിഡ്. അപ്പോൾ ആംബിയസ് സർക്യൂട്ടൽ തിയറം നമ്മൾ ഏകദേശം കവർ ചെയ്തു. ഇനി ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ വിട്ടുപോയൊരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വാട്ട് വാസ് ഇലക്ട്രിക് ഫ്ലക്സ്? Yes, it was the number of electric field lines passing normal to a surface, and it can be calculated as electric flux in സൂചിപ്പിക്കാൻ phi E എന്ന് എഴുതാണ്. Phi E is equal to integral E dot ds. ഇവിടെ അതുപോലെ തന്നെയാണ്. Magnetic flux, it is the total number of magnetic field lines passing normal to a surface. ഇലക്ട്രിക് ഫ്ലക്സിനെ പോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ ബി, മാഗ്നറ്റിക് ഫ്ലക്സിന് സൂചിപ്പിക്കാൻ phi B എന്ന് എഴുതാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് നോർമൽ ടു എൻ ഏരിയ. അതായത് ഇന്റഗ്രൽ B ഡോട്ട് dA എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഈ dA എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് ഇസ് ഏരിയ വെക്റ്റർ. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കാം, ഇൻ ദിസ് ഡയറക്ഷൻ, ആൻഡ് വി ആർ ഇമാജിനിങ് an infinitesimal area dA like this, then the area vector, it will be perpendicular to the area. ഇതാണ് dA. ഇത് dA ആണെങ്കിൽ വെക്റ്റർ dA, ഏരിയ വെക്റ്ററിന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, and it will make an angle theta with the magnetic field. Okay, അതാണ് B ഡോട്ട് ഡി. ഈ ഡോട്ട് വന്നതൊക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്.
ഇവിടെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് ബി കോസ് തീറ്റ ആയിരിക്കും. സോ ബി കോസ് തീറ്റ ഡി എ, അതാണ് ബി ഡോട്ട് ഡി എ ആയത്. ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വി കാൻ കാൽക്കുലേറ്റ് ആസ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ. അപ്പൊ ഇങ്ങനെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ കേസിൽ, ഞാനിപ്പോ ഇവിടെ പടം വരച്ചിട്ടുള്ള ഈ കേസിൽ ഇവിടെ ബി കോൺസ്റ്റന്റ് ആണ്, ഒരു കോൺസ്റ്റന്റ് ബി ആണ്. അതുപോലെ തന്നെ വാല്യൂ ഓഫ് തീറ്റ അതും കോൺസ്റ്റന്റ് ആണ്. ബിയും തീറ്റയും കോൺസ്റ്റന്റ് ആണ്. ബിയും തീറ്റയും കോൺസ്റ്റന്റ് ആയാൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ എന്നുള്ളത് ബി ഡി എ കോസ് തീറ്റ ആണെന്ന് പറഞ്ഞു. ബി കോസ് തീറ്റ can be taken outside, then we will get integral dA, then BA cos theta എന്ന് വരും. Phi is equal to magnetic flux is equal to BA cos theta എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇനി ഈ വാല്യൂ എപ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? തീറ്റയുടെ വാല്യൂ എന്താവുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക? തീറ്റയുടെ വാല്യൂ 0 വരുമ്പോഴാണ് മാക്സിമം വാല്യൂ കിട്ടുക. നമുക്ക് കാണാം, തീറ്റയുടെ വാല്യൂ 0 വന്നാൽ മാക്സിമം വാല്യൂ അറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ 0 വരുമ്പോൾ 5b will be equal to BA cos 0, that is PA. 5b will be BA. This is the maximum value. മാക്സിമം. ഈ മാക്സിമം വാല്യൂ വരുന്ന സമയത്ത് ഏരിയയും ഫീൽഡും തമ്മിൽ എങ്ങനെയായിരിക്കും നോക്കൂ. ഡി എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ. തീറ്റ 0 വരണമെങ്കിൽ ഏരിയ എങ്ങനെ വരണം? ഏരിയ ഇങ്ങനെ വരണം. ഏരിയ ഇങ്ങനെ വരുമ്പോഴാണ് ഡി എയും ബിയും സെയിം ഡയറക്ഷനിലാവുള്ളൂ. അതായത് തീറ്റ 0 വരും. തീറ്റ 0 വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏരിയ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. ഏരിയ പാരലൽ ആവുമ്പോഴല്ല, ഏരിയ പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വാല്യൂ മാക്സിമം ആവുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തീറ്റ വെച്ച് മാത്രം നമ്മൾ ആലോചിക്കുമ്പോൾ പാരലൽ ആവുമ്പോൾ എന്നൊരു ചിന്ത വരും. തീറ്റ എന്ന് പറയുന്നത് ഏത് തമ്മിലുള്ള ആംഗിൾ ആണ്? ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ആൻഡ് ദ ഏരിയ വെക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഏരിയ. ഏരിയക്ക് പെർപെൻഡിക്കുലർ ആണ് ഏരിയ വെക്ടർ. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അപ്പോൾ ഫ്ലക്സ് എപ്പോഴാണ് 0 വരാം? ഫ്ലക്സ് 0 വരണമെങ്കിൽ നമുക്കറിയാം തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവണം. തീറ്റ 90 ഡിഗ്രി വരണം. തീറ്റ 90 ഡിഗ്രി വരണമെങ്കിൽ ഏരിയ ഷുഡ് ബി ലൈക്ക് ദിസ്. അപ്പോഴാണ് ഏരിയ വെക്ടർ ഡി എ ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ. ദെൻ 5b will be BA cos 90 വരും. cos 90 is 0. therefore magnetic flux will be 0. magnetic flux 0 ആണ്. ഇനി ഇപ്പോ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലാണ് ഏരിയ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ട് ഏരിയ വരുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് 0 വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ മാക്സിമം വാല്യൂ ഉണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മാക്സിമം വാല്യൂ BA എന്ന് കിട്ടിയിട്ടുണ്ട്. 5b equal to BA എന്ന് കിട്ടി. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് എടുത്താൽ മതിയല്ലോ. യൂണിറ്റ് ബിയുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് നമുക്കറിയാം ടെസ്ലയാണ്. ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ ആണ്. സോ ടെസ്ല മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സിന്. ഇതിനെ ചേർത്തിട്ട് ഒരു പേര് പറയും, ദാറ്റ് ഇസ് വെബർ എന്ന് പറയും. ഫ്ലക്സിന്റെ യൂണിറ്റ് നമുക്ക് വെബർ എന്ന് പറയാം. WB എന്ന ലെറ്റർ കൊണ്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ടെസ്ല മീറ്റർ സ്ക്വയർ തന്നെയാണ് വെബർ. അപ്പൊ ഇവിടെ നമുക്ക് പറയാവുന്ന വേറൊരു കാര്യം ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 5/A ആണ്. 5/A നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ അത് B ആണ് അല്ലെ. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് ബിയുടെ യൂണിറ്റ് ആണ്, അതായത് ടെസ്ലയാണ്. ടെസ്ല എന്ന് പറയാം. ചിലപ്പോഴതിനെ നമുക്ക് ഫൈന്റെ യൂണിറ്റ് വെബർ എന്നെടുക്കുമ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയേണ്ട പല സന്ദർഭങ്ങളിലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കാണാം.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം കൂടി നോക്കാം. പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. Calculate the magnetic flux normal to an area 2 cm square where the magnetic field is 0.5 Tesla. The field is inclined 30 degree to the surface. See, ഒരിക്കൽ കൂടി ചോദ്യം പറയാം. Calculate the magnetic flux normal to an area 2 cm square. 2 cm square area അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് നമുക്ക് കണ്ടുപിടിക്കണം. Where the magnetic field is 0.5 ടെസ്ല. ഏരിയ തന്നിട്ടുണ്ട് 2 cm സ്ക്വയർ, ഫീൽഡ് തന്നിട്ടുണ്ട് 0.5 ടെസ്ല, ആൻഡ് ദ ഫീൽഡ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു ദ സർഫേസ്. ദ ഫീൽഡ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു ദ സർഫേസ് എന്നാണ് പറയുന്നത്. ഇതാണ് സർഫേസ് എന്ന് വിചാരിക്കാം. ഇഫ് ദിസ് ഈസ് ദ സർഫേസ്, ദ ഫീൽഡ് ഈസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു ദ സർഫേസ്. ഇതാണ് ഫീൽഡ്, 30 ഡിഗ്രി ടു ദ സർഫേസ്. അപ്പൊ തീറ്റയുടെ വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഇതാണ്, ഇത് സർഫസിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. ഏരിയ വെക്ടർ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് ഡി എ. ഡി എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇത് എത്രയായിരിക്കും? ദിസ് ഈസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി, രണ്ടും കൂട്ടിയ 90 കിട്ടേണ്ടതുകൊണ്ട് ദിസ് വിൽ ബി 60 ഡിഗ്രി. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഏരിയ വെക്ടർ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ഓർ ബി എ കോസ് തീറ്റ എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ബി ഈസ് ഗിവൺ, എ ഈസ് ഗിവൺ, സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആകുമ്പോൾ 10⁻⁻⁴ വേണം, ഇൻറ്റു cos 60. cos 60 1/2 ആണല്ലോ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then we will get the result as 0.5 into 10⁻⁴. This is flux density. അതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് വെബർ ആണ്. ഇത്രയും വെബർ. ഓക്കെ, ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.